ഒരു ഗ്ലാസ് ബ്ലാക്ക് മസൂർ ദാൽ എടുത്തിട്ടുണ്ട്, കറുത്ത മസൂർ ദാൽ. ഈ ബ്ലാക്ക് മസൂർ ദാൽ നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക, നന്നായി തിരുമ്മി കഴുകിയെടുക്കുക. അപ്പോൾ അതിലെന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. 2-3 പ്രാവശ്യം വെള്ളം മാറ്റിയിട്ട് കഴുകിയെടുക്കുക. ഇത് കഴുകിയെടുത്തതിന് ശേഷം ഇതൊരു കുക്കറിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ഇങ്ങനെ ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്താൻ വയ്ക്കുകയാണെങ്കിൽ വേഗം വെന്ത് കിട്ടും. അതല്ലെങ്കിലും ഒരു 2-3 വിസിലിനുള്ളിൽ വെന്ത് കിട്ടും. ഒരാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. കുക്കറിൽ നെയ്യ് ഒഴിക്കുമ്പോൾ പറയില്ലേ മേലേക്ക് ഇങ്ങനെ പൊന്തി വരില്ല. ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഗ്രില്ല് വെച്ചിട്ട് ഒരു തക്കാളി, ഒരു സബോള, കുറച്ച് വെളുത്തുള്ളി, പിന്നെ തേങ്ങാക്കൊത്ത്. അപ്പോൾ തേങ്ങയുടെ കൊത്ത് കുറച്ച് വലുതാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയെല്ലാം ഒന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പച്ചയ്ക്ക് അരക്കണേക്കാട്ടും ഇതേപോലെ ചുട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നമ്മൾ പറയില്ലേ ഒരു സ്മോക്കി ഫ്ലേവർ എന്നൊക്കെ. ഇതെല്ലാതും തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് കരിഞ്ഞ തൊലിയൊക്കെ ഒന്ന് കരിഞ്ഞ പോലെ ആയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മൾ ആ തൊലി കളയാനല്ലേ പോണത്. പക്ഷേ നല്ലൊരു ഫ്ലേവർ വരും. തീ ഫുള്ളിൽ വെക്കേണ്ട കേട്ടോ, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനായിട്ട് പറ്റും. തേങ്ങയുടെ കളറൊക്കെ ഇതാ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുക്കുകയാണ്. ഇതേപോലെ എല്ലാതും നമുക്ക് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് എടുക്കണ കാരണമാണ് കേട്ടോ. ചൂടൊക്കെ ഉണ്ട്, അതല്ലെങ്കിൽ നമ്മളൊരു പ്ലക്കർ വെച്ചിട്ട് എടുത്താലും മതി. ഇനി ചെറിയ ചൂടിൽ തന്നെ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളയാണ്. അതല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, ചൂട് മാറിയിട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ തന്നെ തോലൊക്കെ എടുത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ വെളുത്തുള്ളിയുടെയും സബോളയുടെയൊക്കെ തോല് പെട്ടെന്ന് തന്നെ പോന്ന് കിട്ടും. വെന്തിരിക്കല്ലേ, അതുകൊണ്ട് വേഗം തന്നെ പോന്ന് കിട്ടും. ഇനി ഇതേപോലെ തന്നെ തക്കാളിയുടെയും തോലൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. തോലൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യൊന്നും വേണ്ട, ഒന്ന് റഫായിട്ട് കട്ട് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ സബോളയും തക്കാളിയൊക്കെ അതേപോലെ ഒന്ന് റഫായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ, അപ്പോഴാണ് ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സബോള അത് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അതും ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക, കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ജീരകം, അതുപോലെ ഉണക്കമുളക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു ഏലക്ക ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ സബോള ചേർത്ത് കൊടുക്കാം. സബോള ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് കളറ് മാറി വന്നാൽ മതി. ഒരു കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ മുളകൊന്നും കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം. തീ സിമ്മിലിട്ട് വയ്ക്കുക, അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. അപ്പോൾ ഞാൻ അരയ്ക്കാനുള്ളത് ഇപ്പോഴാണ് അരച്ചെടുക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്, ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് സബോളയിൽ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ ബ്ലാക്ക് മസൂർ ദാൽ ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പോൾ ഒരുപാട് തിക്കാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ആണെങ്കിൽ തന്നെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കണ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മിക്സി ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും ഇത് കൂടെ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഒരുപാട് തിക്കായി പോവും. ഗ്രേവി വന്നിട്ട് ഒരുപാട് തിക്കാവണ്ട, എന്നാൽ ഒരുപാട് വെള്ളം പോലെ ആവണ്ട കേട്ടോ. അപ്പോൾ ഇത് ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റും, ചോറിനും കഴിക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് തിളച്ച് വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം നമുക്ക് സിമ്മിലിട്ട് വെക്കാം. അപ്പോൾ ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഈ മസാലയിൽ നമ്മൾ ഉപ്പൊന്നും ചേർക്കാത്ത കാരണം കൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം ഗ്രേവി നല്ല പാകമാണ്. ഇനി ഒരു 5 മിനിറ്റ് നേരം സിമ്മിലിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ട ഗ്രേവി കറക്റ്റ് പാകമാണ്, നല്ലൊരു ഫ്ലേവറാണ്. ഒരു സ്മോക്കി ഫ്ലേവർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഫ്ലേവർ ഉണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
നമ്മുടെ കറി റെഡിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ചോറിൻ്റെ കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബ്ലാക്ക് മസൂർ ദാൽ നിങ്ങൾക്കറിയാലോ, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.